ഹലോ. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ആണോ? അല്ലല്ലേ? ഇത് കണ്ടോ, ഉള്ളി കണ്ടോ, മൂത്ത ഉള്ളി, നല്ല മൂത്ത ഉള്ളി. ഈ ഉള്ളി അധികം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമല്ലേ ഈ ഉള്ളി. അപ്പോൾ ഈ ഉള്ളി ഉപയോഗിച്ച്, ഇതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മളെങ്ങനെ പ്രയോജനകരമായിട്ടുള്ള നമുക്ക് പുതിയ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു ചിലവില്ല കേട്ടോ, അല്ലേ? 10 പൈസ ചിലവില്ല. ഭയങ്കര ഇഷ്ടമായി, ചിലവില്ലാത്ത അതന്നെ. അതുകൊണ്ട് 10 പൈസയുടെ ചിലവില്ല. വെക്കണ പോട്ടിന് ചിലവില്ല, ഇടണ മണ്ണിന് ചിലവില്ല, പിന്നെ ഈ യൂസ് ചെയ്യണ എന്താ പറയുക ഉള്ളിയുടെ വേസ്റ്റ്. എന്താ കുഴപ്പം? അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പറാട്ടോ. കണ്ട, ഇതാണ് ഈ സംഭവം. സൂപ്പറല്ലേ? ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങണ സ്പ്രിംഗ് ഒനിയൻ ആണ്. അപ്പൊ ഇത് വളർത്താം നമുക്ക് വീട്ടില്, ഒരു ചെലവും ഇല്ലാണ്ട് ഈ ഉള്ളിയുടെ വേസ്റ്റ് നമുക്ക് വളർത്തിയെടുക്കാം. ഉള്ളിത്തണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസിലൊക്കെ ഇടാം. അപ്പം അത് എങ്ങനെ ഒരു ചെലവും ഇല്ലാണ്ട് ഇതിൽ നിന്ന് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പലരും അറിയാവുന്നവരുണ്ടാവും, അവരൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചെലവുമില്ല, ഒരു സമയവും വേണ്ട, വളരെ ഈസി. അത് കാണിച്ചു തരാം, അതെങ്ങനെ മണ്ണൊക്കെ നിറയ്ക്കണേന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പാലിന്റെ ഇതും, അതും ചെലവില്ല. സൂപ്പർ. ഓക്കെ, അപ്പൊ അത് കാണിച്ചു തരാം എന്താ ചെയ്യണേന്നുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു പോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോട്ടൊന്നും വാങ്ങാൻ പോകണ്ട, എല്ലാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇങ്ങനത്തെ ഒരു പാലിൻ്റെ കുപ്പിയോ, എന്ത് കുപ്പിയാണെങ്കിലും, കൊക്കക്കോള വാങ്ങിയതോ വെള്ളം വാങ്ങിയതോ എന്തിൻ്റെ കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു പാലിൻ്റെ കുപ്പി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് മിക്സ് ചെയ്യാം. പോട്ടിംഗ് മിക്സ് എങ്ങനെയാ അത് മണ്ണ് നിറയ്ക്കണേന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കിത് മുറിക്കാം. എളുപ്പ പരിപാടി മുറിക്കണത് കണ്ടോ? കൈ സൂക്ഷിക്കട്ടോ, എളുപ്പ പരിപാടിയാന്ന് പറഞ്ഞ് കയ്യിലോട്ട് കട്ട് ചെയ്യോ. വെള്ളം കഴുകിയതാ. അറ്റത്ത് പിടിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോട്ട് റെഡിയായി. ഇതിന് അടിയിൽ 2-3 ഓട്ട ഇട്ട് കൊടുക്കാം. കാരണം ഈ ഓട്ട ഇട്ടില്ലെങ്കിലേ നമ്മൾക്ക് വാട്ടർ അതിൽ വെള്ളം ഇരുന്നിട്ട് ചീഞ്ഞു പോവും. അപ്പോൾ ഇതിന് ഓട്ട വേണം. 2-3 മതിയാച്ചാ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം സ്പ്രിംഗ് ഒനിയൻ വളർത്തിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കരുത്തിന് വരണമെങ്കിൽ മണ്ണിന് കുറച്ച് വളം വേണം. അപ്പം നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഉള്ളിന്ന് കിട്ടിയ വേസ്റ്റ് തന്നെ നമ്മൾ അതിൽ ഇടാം. അപ്പം നമ്മൾ ആദ്യമേ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. അതിലോട്ട് ഉള്ളിയുടെ വേസ്റ്റും ഓറഞ്ചിൻ്റെ, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എന്തായാലും ഉള്ളിയുടെ വേസ്റ്റ് ഭയങ്കര നല്ലതാ. അപ്പോൾ ഇത്തിരി ഓറഞ്ചിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതും ഞാനങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനെ മണ്ണ് നിറച്ച് എന്ത് മണ്ണ് വേണമെങ്കിലും എടുക്കാം അതിന്. പക്ഷെ ഇത്തിരി വളം ഉണ്ടെങ്കിൽ നല്ലത്, വളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. വളം ഉള്ളതാണെങ്കിൽ നല്ല കരുത്തിൽ വരും. ഇത് ഞാൻ ഇതിൻ്റെ അടിയിൽ വളമൊക്കെ ഇട്ട് വെച്ചേക്കണതാണ് ഞാൻ. വളം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കടയിൽ പോയിട്ട് ഒന്നും വളം വേണ്ട, എല്ലാം ഉള്ളിയുടെ വേസ്റ്റ്, ഒരു ചെലവും ആക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലേ, ഉള്ളി അറിയണമായിരുന്നു നീ പറഞ്ഞത്. ഈ എന്ത് തരത്തിലുള്ള ഉള്ളിയാന്ന് അങ്ങനെ ഇല്ലേ? മൂത്ത ഉള്ളി, അതായത് ഇളം ഉള്ളി എടുത്താൽ അത് മുളയ്ക്കില്ല. മൂത്ത ഉള്ളി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇത്തിരി കട്ടിയായിട്ട് ഇരിക്കും. പിന്നെ എങ്ങനെയാ എനിക്കത് കണ്ടുപിടിക്കണേന്ന് അറിയില്ല കേട്ടോ. മുറിച്ച് കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടുക്കളയിൽ ഉള്ളിയുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ കച്ചപ്പിച്ചാന്ന് അറിയാണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ഈ മേളത്തെ ഭാഗമില്ലേ, അതിങ്ങനെ കൈ സൂക്ഷിച്ച് കുറച്ച് സ്പേസ് ഇട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഇത്തിരി മുളയുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. ഇത് മുള വന്നിട്ടുണ്ട്, ഇതിൽ ഇത്തിരി മുളയുണ്ട്. കണ്ടോ ഇതെങ്ങനെ? അതെനിക്ക് മുള പകുതി മുറിച്ച് അപ്പം അറിയാം. മുള ബെസ്റ്റ്. കണ്ടോ മുള വന്നേക്കണത്. അപ്പം ഇതാ മുള വന്നേക്കണ ഉള്ളി, മൂത്ത ഉള്ളിയുടെ ഇത് ഇതാ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. മണ്ണൊക്കെ ഇട്ട് മുട്ടത്തോടൊക്കെ ഉണ്ട് അതിനകത്തല്ലേ? മുട്ടത്തോട് ഞാനിട്ടൊരു കുറച്ച് മണ്ണ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണതാ ഞാൻ. എല്ലാം ഇട്ടിട്ട് ഓൾറെഡി. എന്നിട്ട് ഇതിലേക്ക് ഇപ്പൊ നമ്മൾ ഇതെങ്ങനെ വെക്കും? ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ഇങ്ങനെയല്ല വെക്കേണ്ടത്, മേളിലോട്ട്. കാരണം മേളിൽ നിന്നാണ് അതിന്റെ മുള വന്നത്. അപ്പൊ വേറെ ഇറങ്ങണത് അടിഭാഗത്തുനിന്നും. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി അങ്ങ് ഉറപ്പിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ശരി
ഇത്തിരി മണ്ണ് മതി കേട്ടോ, സൈഡിൽ മേളിൽ തന്നെ. മേളിൽ ഇതിങ്ങനെ, എന്നിട്ട് അതിന്റെ മുളയുടെ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒന്നങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഉണ്ടോ? അങ്ങനെ ചെയ്തിട്ട് ഞാൻ എന്റെ വാട്ടർ ക്യാൻ എടുത്തോണ്ട് വരട്ടെ. വെള്ളമാക്കിയിട്ട് ഒന്ന് മെനിയാക്കിയിട്ട് അല്ലേ, വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഒതുക്കും ഞാൻ. പോരെ, മതി. ഓക്കെ, അതിനൊരു നനവൊക്കെ ഞാൻ കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് അനക്കണ്ട, ഇതൊരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വേര് നന്നായിട്ട് വന്നു തുടങ്ങും. അപ്പം ഞാനിതിന്റെ വളർത്തിയെടുത്തേക്കണ ഇപ്പൊ ഞാനിത് മാറ്റണം കേട്ടോ, കാരണം ഇത് ചെറിയ അധികം താഴെ ഇല്ലാത്തതിലോട്ട് ഞാൻ വെച്ചേക്കണം, വേരിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കണം. കണ്ടോ, അതൊരു കരുത്തില്ലാണ്ട് വന്നേക്കണം കേട്ടോ, കാരണം അതിൽ ഞാൻ ഇതിട്ടിട്ടില്ല, ഒരു ഫെർട്ടിലൈസർ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ വേരിറങ്ങാൻ കുഴിയുള്ളതാണ്. അപ്പൊ നല്ലത് ഇത് കണ്ടില്ല, കരുത്തോടു കൂടി വരും. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞൊരു കാര്യം കേട്ടോ, ഇത് കണ്ടോ, ഇത് ഇതുപോലെ തന്നെ ഞങ്ങൾ വളർത്തിയ ഒരു സാധനമാണ്. അപ്പൊ ഇതിനകത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇത് കാണുമ്പോൾ അറിയാം, ഒരു കരുത്തില്ല അതിനകത്ത്, ഇങ്ങനെ ചീഞ്ഞ് കിടക്കണം. ചീഞ്ഞിട്ട് അതേ കണ്ടില്ല, ഈ ഭാഗങ്ങളൊക്കെ നന്നായി ചീഞ്ഞു പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ മഴയത്ത് അറിയാണ്ട് വെച്ചിട്ട് ഞാൻ മറന്നു ഇതിന് ഹോളില്ലാന്ന്. അപ്പൊ എന്താ വെച്ചാൽ അത് വെള്ളം കിടന്നിട്ട് അതങ്ങ് ചീഞ്ഞു പോയിട്ട്. ഇതിന് വെയിൽ കൊള്ളിക്കാറുണ്ടോ? പുറത്താ ഞാൻ വെച്ചേക്കാം, അകത്തും വെക്കാം, ബാൽക്കണിയിൽ വെക്കാം, അകത്ത് ബാൽക്കണിയിൽ പുറത്ത്. ഞാനിത് ഒന്നും അറിയില്ല, നിങ്ങൾ വിശ്വസിക്കരുത്, എല്ലാം ഞാനാണ് ചെയ്യണത്. അപ്പം ആ ചീഞ്ഞു പോയത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. നമ്മൾ അധികം വെള്ളം ഒഴിച്ച് ചീക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണല്ലോ. അപ്പൊ ഞാൻ ഇതെങ്ങനെ വേര് വന്നേക്കണേന്ന് ഒന്ന് കാണിച്ചു തരാം. എന്താണെന്നറിയാവോ? അപ്പൊ വേര് വന്നത് കാണുമ്പോൾ സന്തോഷമല്ലേ? അപ്പൊ ഇതെന്തായാലും ചീഞ്ഞു പോയി. അടിയിന്ന് കുത്തിയെടുക്കണം, അടിയിന്ന് കുത്തിയെടുക്കാം. ഞാൻ കൈ കൊണ്ട് അങ്ങനെ എടുക്കാം. നല്ല കട്ടിക്കിരിക്കും കേട്ടോ വേര്. അതെന്തായാലും ചീഞ്ഞു പോയി. ഇത് വരാൻ സാധ്യതയുണ്ട് ഇനിയും. അങ്ങനെ കളയണ്ട, നമുക്ക് മണ്ണ് കളയണ്ട. അപ്പൊ അങ്ങനെ മണ്ണ് കളയണ്ട, മണ്ണ് ഇങ്ങനെ ഇളക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ കണ്ടോ, അപ്പോൾ ഇത് അടിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് കണ്ടില്ല, ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കണ കണ്ടില്ല. അതാണ് അതിൻ്റെ ആ തണ്ടുകൾ ചീഞ്ഞു പോകാൻ. താഴെ ഒന്നും പറ്റിയിട്ടില്ല, ഇതിന്ന് ഇനിയും വരും കേട്ടോ. അപ്പം ഞാനിത് കളയണില്ല, ഒന്നോടെ കുറച്ച് വെള്ളം ഹോൾ ഇട്ടിട്ട് ഇതിൽ തന്നെ നമുക്ക് വെക്കാം. ഇത് കുഴപ്പമില്ല, വേറെ ഇറങ്ങാൻ പറ്റും. പക്ഷേ ഇത്രയും ചെറുതൊക്കെ എടുത്തു കഴിഞ്ഞാലേ വേരത് അധികം ഇറങ്ങില്ല, അടിയിൽ ഒന്നും നമുക്ക് കിട്ടില്ല. ഇത് അത്രയ്ക്ക് അങ്ങ് വളർച്ച പോരാ. അപ്പം ഞാൻ അതിലൊക്കെ കുറേ ചെയ്ത് കാണിക്കണോ വെച്ചാ അത് വേറെ ഇതിനകത്തുള്ള ഞാൻ എടുത്തോണ്ട് വരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ ഇതിന്റെ വേറെ ഷേപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിയിലേക്ക് നോക്കി, ഇതിന്റെ മേൽവശം എടുത്തിട്ട് അടിയിലേക്ക് വേറെ രീതിയിൽ ഒന്നും കളയാൻ തോന്നലില്ല. എല്ലാത്തിലും നമുക്ക് നിറയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇപ്പം 2-3 പ്രാവശ്യം ഞാൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു കറിക്കൊക്കെ ഉള്ളതാവും. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു കറിക്ക് അങ്ങനെയൊക്കെ കിട്ടും. മീൻ ഇതിപ്പോൾ എത്ര ഉള്ളി നമ്മൾ ഉപയോഗിക്കണേ, എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കടയിൽ പോയിട്ട് വെറുതെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്കിതൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല, ഇതൊക്കെ ഉള്ളി തന്നെ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഈ ഉള്ളി, ഇതിൽ നിന്ന് ഉള്ളി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കറിയില്ല ഇതിൽ നിന്ന് ഉള്ളി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ട്രൈ സമാധാനമായിരുന്നു. പിന്നെ ബീട്രൂട്ട് ചെയ്യാറുണ്ട് ഞാൻ. ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വെക്കാനായിട്ട് ഇതേ മെത്തേഡ്, സെയിം മെത്തേഡ്, ഒന്നുമില്ല. അതിൽ നിന്നൊരു ഇങ്ങനെ ഒരു ചെറിയ ഗോളം പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ ഉരുളക്കിഴങ്ങല്ലോ, ഇത് ശേന പറയണേ, ബീട്രൂട്ട് ഇതുപോലെ ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുണ്ടാവുന്ന വീട്ടിൽ കൊണ്ടുവരുന്ന പച്ചക്കറികളുടെ ഒരു വലിയൊരു ശേഖരം ഉള്ളിൽ ഇങ്ങനെ പരീക്ഷണ വിഭാഗമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാനൊരു ലാബറട്ടറി ആക്കി മാറ്റിയാലോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂം അതിന് വേണ്ടി മാറ്റേണ്ടി വരും. അടുക്കളയിൽ സ്ഥലമില്ല, നമ്മൾ കുക്ക് ചെയ്തിട്ട് സാധനം വെക്കാൻ എന്റെ പരീക്ഷണശാലയാണ് അടുക്കള. അപ്പോ ഞാനൊരു മുറി ഇപ്പൊ അതിന് വേണ്ടി മാറ്റി കൊടുക്കേണ്ടി വരാനുള്ള അവസ്ഥയാണ് ഞാൻ കാണുന്നത്. എന്നെ വഴക്ക് പറയാറുണ്ട് അത്യാവശ്യത്തിന്. കാരണം അവിടെ എവിടെയൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട് എല്ലാം കുറച്ച് വെള്ളം നിലത്ത് നോക്കി നടക്കണം, തട്ടി വീണാലോ. അല്ല, അത് പരീക്ഷിച്ച് നോക്കിയാലല്ലേ നമുക്ക് അറിയുള്ളൂ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ബീട്രൂട്ട് അങ്ങനെ ഉണ്ടാക്കാം, ബീട്രൂട്ടും ഇതേ മെത്തേഡിൽ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളും നിങ്ങളുടെ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങള് നമുക്കും പറഞ്ഞു തരിക അല്ലേ, നമ്മളും ട്രൈ ചെയ്യാം, ഇനിയും ട്രൈ ചെയ്യാം.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്ന് വലിയ നീട്ടമായിട്ട് ഞങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വലിയ എപ്പിസോഡൊന്നും അല്ല, പക്ഷെ നല്ലൊരു കാര്യം നമ്മൾ ചെയ്യണത്, അത്രേ ഉള്ളൂ. വലിയ സംഭവം ഒന്നും അല്ല, നല്ലൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ മറ്റു ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഒരു 36ാമത്തെ എപ്പിസോഡല്ലേ വെച്ചാ, 38ാമത്തെ. അപ്പം ബാക്കി നമ്മള് ട്രാവൽ വീഡിയോസ് ഒക്കെ തുടക്കത്തിൽ ചെയ്തായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കണ്ട് ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ട്രാവൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാവൽ എങ്ങനെയാണെന്നുള്ള. ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ, അതുകൊണ്ട് നമ്മൾ ട്രാവൽ നമ്മൾ കാണിച്ചു തരാമല്ലോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.